ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ടോ, നല്ല കുറുകിയ വെള്ളത്തോട് കൂടിയ കുഴക്കട്ട. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അല്ലേ, ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണേ. ഇത് വെച്ച് നമുക്കൊന്നൊരു കുഴക്കട്ട ഉണ്ടാക്കാം. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ച അരിയും കുറച്ച് തേങ്ങയും ഒരു കഷ്ണം ഉള്ളിയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, അരി അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട്. ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും തേങ്ങയുടെയും ഒക്കെ നല്ല മണമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പശ കുറവുണ്ട് കേട്ടോ, ഈ അരിക്ക്. അത് നമുക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ഇട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. വേവിക്കാൻ വയ്ക്കാം. ഞാൻ വെള്ളത്തിലാണ് വേവിക്കുന്നത്. ചൂടുവെള്ളത്തിലേക്ക് ഉരുട്ടിയിടും. നമ്മൾ ആവിയിലും വേവിക്കും. ആവിയിൽ വേവിക്കുന്നതിനേക്കാളും ഇത് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ഈ കുഴക്കട്ട വെന്ത് വരുമ്പം അതിൽ ആ വെള്ളം നല്ല കുറുകി വരും. ആ കുറുകി വരുന്ന വെള്ളം കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് കുഴക്കട്ട വേവിക്കാറ്. കണ്ടോ, ഇതിനെ നമുക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. മുമ്പ് നമ്മളെ വീട്ടിൽ സ്ഥിരം ഉള്ള പലഹാരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ ഒരുപാട് പൊടിയരിയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോഴാ നല്ല അരി പാറ്റിയെടുത്തിട്ട് പൊടിയരി ഇതുപോലെ വെള്ളത്തിയിട്ട് കുതിർത്ത് നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും അധികം ഉണ്ടാക്കാറില്ല. ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി. ഇന്നലെ അരി വെള്ളത്തിയിടാൻ മറന്നു. രാത്രിയാണ് ഓർത്തത്. അങ്ങനെ പെട്ടെന്നൊന്ന് രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന അരിയിലൊന്നും അങ്ങനെ പൊടിയരിയൊന്നും വരാറില്ല. പണ്ട് പുഴുക്കലരി എന്ന് പറഞ്ഞാൽ പുഴുവും കല്ലും എല്ലാം ഉള്ള അരിയൊക്കെ ആയിരുന്നു. ഇപ്പം നല്ല മട്ട അരി പോലത്തെ, നല്ല കൂടിയ മട്ട അരി പോലത്തെ അരിയാണ് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടാറ്. അതുകൊണ്ട് അങ്ങനെ പൊടിയരി വെച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നല്ല അരി ഇട്ടത്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ പറക്കിയിടാം. കണ്ടോ, നല്ല കുറുകിയ വെള്ളത്തോടു കൂടിയ കുഴക്കട്ട കണ്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന കുഴക്കട്ടയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാര്യം തന്നെ അമ്മയൊക്കെ അരപ്പയിൽ അരച്ച് ഉണ്ടാക്കുന്ന കുഴക്കട്ടയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കാ അരപ്പയിൽ അരയ്ക്കാൻ സമയം? ആർക്കും വയ്യ. ആരുടെയും വീട്ടിൽ ഈ അരപ്പല്ലെന്ന് പറയുന്ന സാധനം കാണാൻ കൂടിയില്ല. എന്തായാലും എൻ്റെ വീട്ടിൽ അരപ്പല്ലുണ്ട് കേട്ടോ, അരയ്ക്കാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.